ഇന്ന് നമുക്കൊരു ഗ്രൂം ട്രിപ്പ് ഉണ്ട്. അതിനുവേണ്ടി വെള്ള ഡ്രസ്സാണ് ഞങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്, കൂടെ പിങ്ക് ഷാളും. അങ്ങനെ അതൊക്കെ സെറ്റായി. കുട്ടികൾക്ക് എല്ലാവർക്കും ഓരോ സ്റ്റിക്കേഴ്സും കൊടുത്ത് അവരെയും സെറ്റാക്കി നിർത്തി. അങ്ങനെ നമ്മൾ ക്യാമറാമാനും എഡിറ്ററും ഷൂട്ടിങ്ങിൻ്റെ കാര്യം ഭയങ്കരമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. കുട്ടികൾ ഭയങ്കര നിഷ്കളങ്കരായതുകൊണ്ടാണ് തോന്നുന്നു, ഓരങ്ങോട്ട് വിളിച്ചാൽ ഓരങ്ങോട്ട് പോകും. അങ്ങനെ കുട്ടികളിൽ ഒരു കുട്ടിയാണ് ആ കുട്ടി. ക്യാമറാമാൻ പറഞ്ഞത് ഗ്രൂം വന്നാലുടൻ ഭയങ്കരമായിട്ട് ഒക്കെ പറയണമെന്നാണ്. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തി ഒരു വെടിക്കൊള്ളുണ്ടാക്കാ തോക്കിലുണ്ടാവൂല്ലേ? ആ നിറച്ച തോക്ക. അങ്ങനെ നമ്മൾ പോപ്പറൊക്കെ പൊട്ടിച്ച് കേക്കും കൊണ്ട് നമ്മൾ നെസിയാത്ത വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ഓപ്പൺ ചെയ്ത് നോക്കി. ഓ എൻ്റെ മനസ്സ് സീന് കേൾക്കുന്നു. നീ എന്താ ആലോചിക്കുന്നത്? എന്റെ മനസ്സിൽ ചില പ്ലാനൊക്കെ ഉണ്ട്. നീ വേഗം കാണിക്കേ. ലക്ഷ്മണനോ തോർത്തില്ല, രാമനോ മുണ്ടില്ല. ലക്ഷ്മണന് തോർത്തില്ലെന്നല്ല, ചില ട്രിക്കുകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വിധത്തിൽ അത് നമ്മളെല്ലാവരും കൂടെ ഒന്ന് സെറ്റാക്കി. കേക്ക് ഇപ്പം തന്നെ ഇല്ലെന്ന് പറഞ്ഞുകൊണ്ട് കുട്ടികളെല്ലാവരും വരി ഞങ്ങൾ കളർ എല്ലായിടത്തും ആക്കുന്നതിൻ്റെ ഇടയിൽ നമുക്കൊരു ചെറിയ പണി കിട്ടി. ഓ ഗോഡ്, യു അഗൈൻ? വീണ്ടും നിങ്ങളോ? താഴ്ത്തുനിന്ന് എല്ലാരും പറഞ്ഞ അങ്ങോട്ട് കേരളാണ്. കൗതുക ലേശം കൂടുതലാണ്. മാപ്പാക്കണം. എന്തു പറ്റി സാർ? എന്നെ മനസ്സിലായില്ലേ? നീങ്ക ആര്? ഇതെന്നാട്ടോ മയിലാട്ടോ പാത്രിക, പുലിയാട്ടോ പാത്രിക, ഇതെന്നാട്ടോ? ഇത് മാർഗം കളി. മാർഗം കളിയാ? ആ, ഒരു മാർഗം ഇല്ലാണ്ടാവും. ക്യാമറാമാൻ പറഞ്ഞ് ഗ്രൂമിൻ്റെ കൂടെ ഒന്ന് 2 സ്റ്റെപ്പ് ഇടാൻ. അപ്പം അതിനുള്ള പ്രിപ്പറേഷനിലാണ് ഞങ്ങളെല്ലാവരും. ധർമ്മേന്ദ്ര, ഒരു പാട്ട് വെച്ച് തന്നാൽ ഞങ്ങൾക്കൊന്ന് എന്റർടൈൻ ചെയ്യാമായിരുന്നു. ഗുജറാത്തി കടലകെട്ടിയ മലയാളി പെൺ നാണു ഞാൻ. ചിലപ്പോ തോന്നും നീ ഒരു കോമാളിയാന്ന്, ചിലപ്പോ തോന്നും നീ വലിയൊരാളാന്ന്. ഓഹോ, സത്യത്തില് നീ ആരാ?